ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പലപ്പോഴായിട്ടും കടയിൽ നിന്നൊക്കെ പല ആവശ്യങ്ങൾക്കും നമ്മൾ മേടിക്കുന്ന ഒന്നാണ് ഡ്രൈ ഗ്രേപ്സ്. അത് നമ്മൾ ബ്ലാക്ക് ആയാലും അതല്ലെങ്കിൽ കിസ്മിസ് എന്നറിയപ്പെടുന്ന വൈറ്റ് ആയാലും നമ്മൾ പലപ്പോഴും മേടിക്കാറുണ്ട്. പായസം അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് അങ്ങനെ പല ആവശ്യങ്ങൾക്കും, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അയണിൻ്റെ അംശം ശരീരത്തിൽ ഇല്ലാത്തവർക്ക് ഈ ഡ്രൈ ഗ്രേപ്സ് കഴിച്ചു കഴിഞ്ഞാൽ അയണിൻ്റെ അംശം ശരീരത്തിൽ കൂടും, രക്തയോട്ടം ശരിക്കും കൂടും, ബ്ലഡ് ഉണ്ടാകാൻ സാധിക്കും. അങ്ങനെ ഔഷധ ഗുണങ്ങളായിട്ട് ഒരുപാടുണ്ട് താനും ഈ ഡ്രൈ ഗ്രേപ്സിന്. എന്തായാലും ഈ ഡ്രൈ ഗ്രേപ്സ് നമ്മൾ സാധാരണ കടയിൽ നിന്നാണ് മേടിക്കുന്നത്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഡ്രൈ ഗ്രേപ്സ് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. എന്തായാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ആയ ചോബി വായനക്കാർ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ റെഡ് ഗ്രേപ്സ് അതല്ലെങ്കിൽ ബ്ലാക്ക് ഗ്രേപ്സ്, ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് റെഡാണ്. ഇനി നമുക്ക് ഇത് ഏറ്റവും നല്ല പഴുത്തത് തന്നെ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ഇത് കുരു ഇല്ലാത്ത ടൈപ്പാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരു ഉള്ളതോ ഇല്ലാത്തതോ ആണെങ്കിലും എടുക്കാൻ കുഴപ്പമില്ല. ഇതെന്താണെങ്കിലും കുരു ഇല്ലാത്ത ടൈപ്പാണ്. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ദർ ഇസ് നോ സീഡ്. ഓക്കെ, അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ആവശ്യം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് എടുത്ത ശേഷം ശരിക്കും വാഷ് ചെയ്യാം. ഒരു കാര്യം നമുക്കറിയാം, ഇന്ന് നമ്മുടെ മുന്തിരിയിലൊക്കെ ഒരുപാട് കീടനാശിനികൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് എത്രത്തോളം ക്ലീൻ ചെയ്യാവോ അത്രത്തോളം തന്നെ ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഈ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഞെട്ടേന്ന് ഈ മുന്തിരി എല്ലാം ഒന്ന് അടർത്തിയെടുക്കാം. ഞെട്ടും കളഞ്ഞ ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുന്തിരി ഇതിലേക്ക് എടുക്കാം, പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഞാൻ ശരിക്കും ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം മാത്രം നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇത്രയാണ് തൽക്കാലം എടുക്കുന്നത്. ശേഷം നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിക്കാം. 2 ഗ്ലാസ് വെള്ളം. ഈ വെള്ളം ശരിക്കൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ വെള്ളം ഏകദേശം ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഗ്രേപ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് ശരിക്കും തിളയ്ക്കണം. ഒരു 5 മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാൻ കുഴപ്പമില്ല. 5 മിനിറ്റ് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് തിളയ്ക്കണം. ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ മുന്തിരിങ്ങ എല്ലാം നല്ല സോഫ്റ്റ് ആവും. ഇൻസൈഡ് എല്ലാം നല്ല ആ കട്ടിയൊക്കെയുള്ള ആ ഒരു പോർഷനൊന്നും ശരിക്കും ഒതുങ്ങി വരും. അപ്പോൾ ആ കട്ടിയൊക്കെ പോകാൻ വേണ്ടി സോഫ്റ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും 5 മിനിറ്റ് വരെ തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ശരിക്കും തിളച്ച് വരുന്നത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഈ മുന്തിരിങ്ങയുടെ ആ റെഡ് കളർ തന്നെ ഈ വെള്ളത്തിലേക്കുമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും മുന്തിരിങ്ങയുടെ അകമെല്ലാം ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ശരിക്കും ഒന്ന് തിളച്ച ശേഷം 5 മിനിറ്റ് തിളച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു തുളയുള്ള ഒരു പാത്രം നമുക്കെടുക്കാം. ഇതൊരു നമ്മുടെ മുറം പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ വെക്കാം. കാരണം നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മുന്തിരിങ്ങ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അത് വെള്ളം മാക്സിമം വലിച്ചെടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മുന്തിരിങ്ങ മാത്രമായിട്ട് ഇതിലേക്ക് ഇടാം. ഒരു കാര്യം പ്രത്യേകം ഓർക്ക്, മാക്സിമം വെള്ളം അവോയ്ഡ് ചെയ്തിട്ട് തന്നെ ഇതിലേക്ക് ഇടാൻ ശ്രമിക്കുക. എങ്കിൽ പോലും വരുന്ന വെള്ളത്തെ നമ്മൾ പൂർണ്ണമായിട്ടും മുപ്പിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇടുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ മുന്തിരിങ്ങ മുഴുവൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഇനി ചെറുതായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. നമുക്ക് ഇതുപോലെ മാക്സിമം ഇതിൻ്റെ പുറത്തുള്ള എല്ലാ വെള്ളത്തിൻ്റെ അംശവും നമുക്ക് കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ആക്കി കഴിഞ്ഞാൽ ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ, മറ്റൊന്നുമല്ല, നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ ശരിക്കും ഡ്രൈ ആക്കി എടുക്കണം. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തുള്ള വെള്ളത്തിൻ്റെ അംശം കളഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപടി തന്നെ നല്ല വെയിലുള്ള ഏരിയയിൽ കൊണ്ടുവെക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു 3-4 ദിവസം ശരിക്കും വെയിൽ കൊള്ളിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈ ആവും. അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് ശരിക്കും സാധാരണ ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളാംശം എല്ലാം പോയ ശേഷം നല്ല പ്രോപ്പറായിട്ട് ഡ്രൈ ആയി വരും. നമുക്ക് നല്ല വെയിൽ കിട്ടാത്ത രാജ്യങ്ങളിലോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഇതിൽ നിന്ന് മാറ്റിയ ശേഷം നമുക്കിത് ഡയറക്റ്റായിട്ട് ഓവനിൽ വെക്കാവുന്നതേ ഉള്ളൂ. ഓവനിൽ വെച്ചാൽ ഏറ്റവും
കുറഞ്ഞ ഹീറ്റിൽ വെക്കണം. ഏറ്റവും കുറഞ്ഞ ഹീറ്റിൽ വെച്ച ശേഷം ഒരു 10-15 മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം പിന്നെയും ഹീറ്റ് കുറയ്ക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫുൾ ഡ്രൈ ആകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവനിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് മാറ്റുകയും ചെയ്യണം. അതുപോലെ പേപ്പർ മാറ്റണം. പകരം ഇരുമ്പിൻ്റെ ഓവനിൽ വെക്കുന്ന പാത്രത്തിൽ മാത്രമേ വെക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് ശരിക്കും ഡ്രൈ ആക്കി ഏകദേശം 2-3 ദിവസം നമ്മൾ ശരിക്കും ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെയൊക്കെ വെയിലൊക്കെ ആണെങ്കിൽ നല്ല ഉഗ്രം വെയിലാണ്. അതുകൊണ്ട് 2 ദിവസം ഒരു 4-5 മണിക്കൂർ വെച്ചാൽ തന്നെ ഇതുപോലെ ശരിക്കും ഡ്രൈ ആയി കിട്ടും. ഇത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ അകത്തെ ജലാംശം പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലാതായി നമുക്ക് കിട്ടും. പക്ഷേ ആ ഗുണങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കാണുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, അകത്തുള്ള ആ ഒരു പോർഷൻ നമുക്ക് കാണാം. പക്ഷേ ഇത് ശരിക്കും ഡ്രൈ ആണ് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടിയ ശേഷം നമുക്കിത് ചെറിയൊരു ഡെപ്പിയിലാക്കി മാറ്റാം. അപ്പോൾ ഇതെങ്ങനെ ശരിക്കും ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ചെറിയൊരു ഡെപ്പി എടുക്കാം. ഡെപ്പിയിലെടുത്ത ശേഷം നമുക്ക് ഇതുപോലെ നമുക്ക് ശരിക്കും വായു കയറാത്ത നല്ല രീതിയിൽ ശരിക്കും അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഏകദേശം 6 മാസം വരെ, നമുക്ക് ഏറ്റവും കുറഞ്ഞ 6 മാസം വരെ നമുക്ക് ഇതുപോലെ നമ്മുടെ വീടുകളിൽ ഉണക്കമുന്തിരി ഉണ്ടാക്കി സൂക്ഷിക്കാൻ സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് ഒരു ഡെപ്പിയിലോ ഒക്കെ ആയിട്ട് അടച്ചു വെക്കാം. 6 മാസം വരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാറുള്ളൂ. ഒരു കാര്യം മാത്രം നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക, 1-2 ദിവസം കൊണ്ട് ശരിക്കും ഡ്രൈ ആയിരിക്കും. മാക്സിമം ഡ്രൈ ആകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാരണം ശരിക്കും ഡ്രൈ ആയാൽ മാത്രമേ നമുക്ക് ലോങ് ലൈഫായിട്ട് ഇത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പൂപ്പിൽ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ട് ഒന്ന് തിളച്ച് ഒരു 5 മിനിറ്റ് തിളങ്ങി അതിനുശേഷം ശരിക്കും ഡ്രൈ ആക്കുക. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ്. ഒട്ടും തന്നെ വെള്ളം ഇല്ലാതാക്കിയ ശേഷം നമുക്ക് 100% കണ്ടെയ്നറാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് 6 മാസം എന്നുള്ള ഞാൻ പറഞ്ഞ ചുരുങ്ങിയ ഒരു കാലയളവാണ്. നമുക്ക് നല്ല രീതിയിൽ വായു കയറാത്ത ഒരു ഡെപ്പിയിലൊക്കെ അടച്ച് സൂക്ഷിച്ചാൽ അത് കൂടുതൽ നാളത്തേക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് സൂക്ഷിക്കാവുന്നതുള്ളൂ. അതുകൊണ്ട് നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിന് രക്തം കൂടാനും അതോടൊപ്പം തന്നെ അയണിൻ്റെ അംശം കൂടാനും ഒക്കെ ഒരുപാട് നല്ല ഗുണങ്ങൾ കൂടിയുണ്ട് ഈ ഒരു ഡ്രൈ ഗ്രേപ്സിന്. അല്ലെങ്കിൽ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഏത് തരത്തിലുള്ള കമൻറ്റുകളും 100% നിങ്ങൾ രേഖപ്പെടുത്തുക. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ കമൻറ്റുകൾ എന്ന് വളരെയധികം രസികമാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം വാല്യുബിൾ തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കാതിരിക്കുക. വരും എപ്പിസോഡിൽ ഇതിലും മനോഹരമായ, ഇതിലും അടിപൊളിയായിട്ടുള്ള സൂപ്പർ വെറൈറ്റി ആയിട്ടുള്ള എപ്പിസോഡുകളായിരിക്കും നമ്മുടെ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡ് മറ്റൊരു വിഷയവുമായി ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബി വാര്യങ്ങതുവരേക്കും. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.